ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു റെസിപ്പി ആയിരുന്നു മന്തിയുടേത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് മന്തിയുടെ റെസിപ്പിയാണ്. മന്തി ഉണ്ടാക്കാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് റൈസ് നന്നായിട്ട് കഴുകി 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക എന്നുള്ളതാണ്. ഞാൻ ഗ്രീൻ ഫാമിൻ്റെ സെല്ല ബസ്മതി റൈസാണ് യൂസ് ചെയ്തത്. നോർമൽ ബസ്മതി റൈസ് യൂസ് ചെയ്യാതെ മന്തിയുടെ റൈസ് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിരിക്കുന്നത്, സ്കിന്നോട് കൂടിയിട്ട് എടുത്തിരിക്കുന്നത്. അത് കത്തിയോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ബ്രേക്ക് ചെയ്ത് കൊടുക്കുക. ചിക്കനിലേക്ക് നല്ലതായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാനൊരു ചെറിയ ക്യാപ്സിക്കം 2 കളറിലുള്ളത് എടുത്തിരിക്കുന്നത്, പകുതിയായിട്ട്. പിന്നെ ഒരു ഹാൻഡ് ഫുള്ള് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ 2 ചിക്കൻ ക്യൂബും എടുത്തിട്ടുണ്ട്. ചിക്കൻ ക്യൂബ് ഞാൻ 1.5 പീസേ ചേർക്കുന്നുള്ളൂ. 1/2 പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് റൈസിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പൊടികൾ ചേർക്കണം. മന്തി മസാലയൊന്നും ചേർക്കുന്നില്ല. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർക്കുക. 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതോ മുഴുവനായിട്ടോ ചേർക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഹോം മെയ്ഡ് ഗരം മസാല, സാധാരണ നമ്മൾ ബിരിയാണിക്കൊക്കെ ഇടുന്നത്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക, കാരണം നമ്മുടെ ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ചേർക്കുക കേട്ടോ. ഇനി ഞാനൊരു പിഞ്ച് ഓറഞ്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1/2 കപ്പ് നല്ല സൺഫ്ലവർ ഓയിൽ ചേർക്കുക. വെളിച്ചെണ്ണ ഒന്നും ചേർക്കരുത്, സൺഫ്ലവർ ഓയിൽ തന്നെ ചേർക്കുക. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഒരു 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂറൊക്കെ ആയാലും കുറച്ചുകൂടി നല്ലത്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇത് ഞാൻ 1/2 മണിക്കൂറിന് ശേഷം കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് അവിടെ കിടന്നിട്ട് ആവട്ടെ. ഈ റൈസ് വേവിക്കാനുള്ള വെള്ളം ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് ഹോൾ ഗരം മസാല ചേർത്ത് കൊടുക്കുക. പട്ട, ഗ്രാമ്പു, ഏലക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ്റെ സ്റ്റോക്കില്ലേ, അതൊരു 1/2 പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിച്ചിട്ട്. ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർക്കുക. പിന്നെ ഡ്രൈ ലെമൺ ഇല്ലേ, അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ അരി ഇട്ട് കൊടുക്കുക. അരി നന്നായിട്ട് സോക്കായിട്ട് വന്ന അരിയാണ്, 1 മണിക്കൂർ വെച്ച അരി. അതിനെ വാർത്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇതൊരു 90% ഡൺ ആയി കഴിഞ്ഞാൽ നമുക്കിത് വെള്ളം ഊറ്റിയെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ അപ്പുറം റെഡി ആവുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഒട്ടും ബ്രേക്ക് ആവാണ്ട് ഈ ഒരു പരുവത്തിൽ കിട്ടണം. ചിക്കന് ഞാൻ ഒരു സൈഡ് ആയപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ ചൂടോടുള്ള റൈസ് നമുക്കിതിൻ്റെ മേലെ ദമ്മിട്ട് കൊടുക്കുക. റൈസ് ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കണം, എങ്കിൽ ഫ്ലേവേഴ്സ് അങ്ങ് ഇറങ്ങുള്ളൂ കേട്ടോ. ചിക്കൻ്റെ ഫ്ലേവറൊക്കെ റൈസിൽ പിടിക്കുള്ളൂ. ആ ലെമൺ വേണമെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളക് കുത്തി വെച്ച് കൊടുക്കാൻ പോവാണ് ഞാൻ. പച്ചമുളകിൻ്റെ നല്ലൊരു ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങും. കട്ടൊന്നും ചെയ്യണ്ട, ജസ്റ്റ് ഇതുപോലെ ചുറ്റും ഒരു ഏകദേശം എത്ര എടുത്തിട്ട് ഒരു 10 എണ്ണമൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ കുറച്ച് മഞ്ഞൾ പൊടി കളറിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കിയതാട്ടോ, കട്ടിയിൽ അത് ചേർക്കുക. പിന്നെ കുറച്ച് ഓറഞ്ച് ഫുഡ് കളർ, ഇത് ഓപ്ഷണലാണ്. പിന്നെ നമ്മൾ ചാർക്കോൾ പരിപാടി, ചാർക്കോൾ കത്തിച്ച് വെച്ച് കൊടുക്കുക. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പം തന്നെ ഇത് കവർ ചെയ്തിട്ട് വെക്കുക. ഉള്ളിയൊന്നും മുറിച്ചിടാത്തതുകൊണ്ട് തന്നെ ബിരിയാണിനേക്കാളും വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ. ഇനി ഇത് ഞാനൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഓപ്പൺ ആക്കുന്നത്. അപ്പോഴേക്കും അതിൽ കിടന്ന് നന്നായിട്ട് ഫ്ലേവേഴ്സൊക്കെ ഒന്ന് മിക്സായിട്ട് വരും. ഇപ്പം നല്ലൊരു സ്മെല്ല് വരും. നമ്മൾ ദമ്മൊക്കെ പൊട്ടിക്കുന്ന പോലെ ഇത് പൊട്ടിക്കുക. റൈസൊക്കെ നല്ല പോലെ കിട്ടിയിട്ടുണ്ട്. ചിക്കൻ ഒന്ന് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ആദ്യം ചിക്കനൊക്കെ ശ്രദ്ധിച്ചെടുക്കണം, ബ്രേക്കാവും. എല്ലാം കൂരി വരുന്നുണ്ടായിരുന്നു, അത്രയും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. മന്തിയുടെ ചിക്കൻ അങ്ങനെയാണല്ലോ. ഇനി ബാക്കിയുള്ള ചിക്കൻ്റെ ആ ഓയിലൊക്കെ നമ്മുടെ റൈസ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ റൈസിന് കിട്ടും. ഇനി എൻ്റെ ഒരു ഫേവറേറ്റ് പാർട്ടാണ്, നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മുന്തിരി ഗീലൊന്ന് വറുത്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. സെർവ് ചെയ്യുന്ന ടൈമിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കിഡിലും ടേസ്റ്റാണ് കേട്ടോ. മന്തിയുടെ കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ടൊമാറ്റോ സാൽസ കൂട്ടിയിട്ട് ആ മന്തിയുടെ ചിക്കനും റൈസും ഒക്കെ കൂട്ടി നിങ്ങൾ കഴിച്ചു നോക്കുക. കിഡിലും ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ വീഡിയോ. ബൈ.